ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ.ഡി.എ കേരള പദയാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാകും. ഉച്ചയ്ക്ക് 3 മണിക്ക് താളിപ്പടപ്പ് മൈതാനിയിൽ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പദയാത്ര ഉദ്ഘാടനം ചെയ്യും. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നതാണ് പദയാത്രയുടെ മുദ്രാവാക്യം. മണ്ഡലങ്ങളിൽ പദയാത്രയുടെ ഭാഗമായി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായി കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും. പൊതുസമ്മേളനങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ദേശീയ നേതാക്കളെ എത്തിക്കാനാണ് തീരുമാനം. 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന പദയാത്ര ഫെബ്രുവരി 27 പാലക്കാട് സമാപിക്കും. അരുൺ പൂപ്പറമ്പയുണ്ട് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, യാത്ര എപ്പോൾ ആരംഭിക്കും? ഈ യാത്രയിലുടനീളം കേന്ദ്ര നേതാക്കളെ ഒക്കെ അണിനിരത്താനാണോ നീക്കം? ഗോപിക, മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നതാണ് ഈ പദയാത്രയുടെ മുദ്രാവാക്യം. തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ട രാഷ്ട്രീയ പ്രചാരണം കൂടുതൽ ശക്തമാക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന പദയാത്രയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന രീതിയല്ല. കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരം വഴി ഫെബ്രുവരി 27 പാലക്കാട് സമാപിക്കുന്ന രീതിയിലാണ് ഈ പദയാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. ഇന്നതിൻ്റെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 3 മണിക്ക് കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനിയിലാണ് നടക്കുക. നേരത്തെ ആദ്യഘട്ടത്തിൽ ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ബീഹാറിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ JP നദ്ദ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ ബി.ജെ.പി നേതൃത്വം അറിയിക്കുന്നത്. പകരം ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഈ പദയാത്ര ഉദ്ഘാടനം ചെയ്യും. അതിനു മുന്നോടിയായി മത സാമുദായിക സാംസ്കാരിക നേതാക്കളുമായി കെ സുരേന്ദ്രൻ ഉച്ചയ്ക്ക് കൂടിക്കാഴ്ച നടത്തും. 20 മണ്ഡലങ്ങളിലും അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടാകും എന്നതാണ് ബി.ജെ.പി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണം കൂടുതൽ ശക്തമാക്കുക തന്നെയാണ് ലക്ഷ്യം. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയുക, അതോടൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെ നിലവിൽ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി ഉയർത്തുക എന്ന് തന്നെയായിരിക്കും പദയാത്രയിലൂടെ എന്തായാലും ലക്ഷ്യമിടുന്നത്. അതിന്റെ തുടക്കമാണ് ഇന്ന് കാസർഗോഡ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പൊതുസമ്മേളനങ്ങളിൽ, അതായത് 20 മണ്ഡലങ്ങളിലെയും പൊതുസമ്മേളനങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പരമാവധി ദേശീയ നേതാക്കളെ പങ്കെടുപ്പിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് പദയാത്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ രീതിയിലുള്ള വലിയ രാഷ്ട്രീയ പ്രചാരണമാണ് ഈ പദയാത്രയിലൂടെ ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. 20 മണ്ഡലങ്ങളിലും ഓരോ മണ്ഡലങ്ങളിലും 25,000-ൽ പരം ആൾക്കാർ പങ്കെടുക്കുന്ന പദയാത്ര ഉണ്ടാകും എന്നതാണ് ബി.ജെ.പിയും NDA നേതൃത്വവും തന്നെ അവകാശപ്പെടുന്നത്. ആ രീതിയിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശൂരിൽ തുടക്കമിട്ടിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണം, മോദി ഗ്യാരണ്ടി പുതിയ കേരളം എന്ന പ്രചാരണം അത് കൂടുതൽ ശക്തമാക്കുകയാണ് പദയാത്രയിലൂടെ ബി.ജെ.പി. ഗോപിക. ശരി, NDA കേരള പദയാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് നിന്ന് തുടക്കമാകും. അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.